എല്ലാ വ്യൂസിനുമായി സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2024 മോഡൽ ഹോണ്ട ഷൈൻ്റെ 125cc മോട്ടോർ സൈക്കിളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒത്തിരി അധികം ഫീച്ചർ ലോഡറായിട്ടൊരു മോട്ടോർ സൈക്കിളാണ് ഈ ഹോണ്ട ഷൈൻ 125 മോഡൽ. ഇതിൽ ഓൾറെഡി ഇപ്പോൾ ESP ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മാക്സിമം ഫ്യൂൽ എഫിഷ്യൻസി അവൈലബിൾ ആണ്. കാരണം വെച്ചാൽ എഞ്ചിൻ്റെ ഫ്രിക്ഷൻ വളരെയധികം ESP ടെക്നോളജി ഉള്ളതുകൊണ്ട് വളരെ കുറവാണ്. പിന്നെ നമുക്ക് സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിംഗ് ആണ് വണ്ടി തരുന്നത്. പഴയ പോലെ ആ ഗിയർ വീല് അല്ലെങ്കിൽ ഗിയറിൻ്റെ മെഷെല്ലാം കറങ്ങുന്ന ഒരു സൗണ്ടൊന്നും വരില്ല. ജസ്റ്റ് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് നമുക്ക് ഇപ്പോൾ ACG ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ വാഹനത്തിന് ഫ്രിക്ഷൻ കൺട്രോൾ മാക്സിമം കുറച്ചിരിക്കുകയാണ്. കാരണം അതുകൊണ്ട് വാഹനത്തിന് സിലിണ്ടർ വരുന്നത് ഇപ്പോൾ ഓഫ് സെറ്റ് സിലിണ്ടറാണ്. അതുകൂടാതെ റോളറായിട്ടുള്ള റോക്ക് റാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ഫ്രിക്ഷൻ എല്ലാം കുറച്ചതുകൊണ്ട് നമുക്ക് വാഹനത്തിൻ്റെ പിസ്റ്റൺ വളരെ പെട്ടെന്ന് തണുക്കുകയും എഞ്ചിൻ്റെ ലൈഫ് വളരെയധികം കിട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് നമുക്ക് പുതിയ മോഡലിൽ ലഭിക്കുന്നത്. ആദ്യമെല്ലാം അത് 4 സ്പീഡായിരുന്നു. DC ഹെഡ് ലാംപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഹാലജൻ ബൾബാണെങ്കിൽ തന്നെ നല്ല ഹെവി ലൈറ്റ് കിട്ടുന്ന ഒരു അടിപൊളി ഹെഡ് ലൈറ്റാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് അവൈലബിൾ ആണ്. അതുകൂടാതെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് പാസ് സ്വിച്ചും നമുക്കിപ്പോൾ പുതിയ മോഡലിൽ ലഭിക്കുന്നുണ്ട്. ഷൈൻ 125 നമുക്ക് 651 mm ആയിട്ടുള്ള വൈഡ് സീറ്റാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് 2 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാവുന്നതാണ്. പിന്നെ ഈ സെഗ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം നല്ലൊരു വീൽ ബേസും വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. 1285 mm ആണ് വാഹനത്തിൻ്റെ ടോട്ടൽ വീൽ ബേസ് വരുന്നത്. ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസും നമുക്ക് ഷൈനിൽ ലഭിക്കുന്നുണ്ട്. 162 mm ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഭേദപ്പെട്ട കുഴികളായിക്കോട്ടെ ഗട്ടറുകളായിക്കോട്ടെ ചാടിയാൽ പോലും നമുക്ക് വലിയ അണ്ടർ ബോഡി ഡാമേജ് ഒന്നും വരത്തില്ല. പിന്നെ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. CBS ബ്രേക്കിംഗ് സിസ്റ്റം, അതായത് കോമ്പി ബ്രേക്ക് സിസ്റ്റം വരുന്നുണ്ട്. അത് കൂടാതെ ഒരു ഇക്വലൈസർ ഫെസിലിറ്റി കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. കാരണം അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്, നമ്മൾ ബ്രേക്ക് ഇപ്പോൾ കോമ്പി ബ്രേക്ക് ആയതുകൊണ്ട് 2 ബ്രേക്കും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും, പെട്ടെന്ന് തന്നെ വണ്ടി നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വാഹനത്തിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് എടുത്ത് പറയാനുള്ള ഇതിൻ്റെ ഈ പ്രീമിയം ക്രോം ഗാർണിഷാണ്. ഇതൊരു വാഹനത്തിന് ഒരു നല്ലൊരു പ്രീമിയം ലുക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ വാഹനത്തിൻ്റെ വൈസറിൻ്റെ കളർ ഒരു സെമി ബ്ലാക്ക് കളറാണ്. ട്രാൻസ്പെറൻ്റ് ആണോ ആണ് അല്ലെങ്കിൽ അല്ല, അങ്ങനെ ഒരു സെമി ബ്ലാക്ക് കളറാണ് നമുക്ക് വൈസർ ലഭിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്. അതുകൊണ്ട് ഡാമേജ് വളരെ കുറവായിരിക്കും. 2 സൈഡിലും നമുക്കൊരു നല്ല അടിപൊളി പുതിയ മോഡൽ ബോഡി ഗ്രാഫിക്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാഹനത്തിന് സേഫ്റ്റിക്കും സ്റ്റെബിലിറ്റിക്കും ആയിട്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്നുണ്ട്. 18 ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട്. അലോയ് വീൽസിൻ്റെ കളർ മാറിയിട്ടുണ്ട്. ലൈറ്റ് ഗ്രേ കളർ ആണ് ഇപ്പോൾ പുതിയ മോഡൽ അലോയ് വീലിൻ്റെ കളർ വരുന്നത്. ഫ്രണ്ട് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഡിസ്ക് ബ്രേക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഡിസ്ക് ബ്രേക്ക് വേണ്ടെങ്കിൽ ഡ്രം ബ്രേക്കിനുള്ള ഓപ്ഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൈസ ഒരു 4000 രൂപ കുറയുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് സസ്പെൻഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ മഡ് ഗാർഡ് വരുന്നത് ഫുള്ള് ബോഡി കളർ മഡ് ഗാർഡ് ആയിരിക്കും. നമ്മൾ ഏത് കളർ എടുക്കുന്നു സെയിം ടു സെയിം മഡ് ഗാർഡ് തന്നെ നമുക്ക് വണ്ടി ലഭിക്കുന്നുണ്ട്. സിംഗിൾ കളറായിട്ടുള്ള മഡ് ഗാർഡാണ് ലഭിക്കുന്നത്. ബാക്കി വാഹനങ്ങളെല്ലാം ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ മാറ്റ് ബ്ലാക്ക് കളറിലേക്കുള്ള മഡ് ഗാർഡ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് ഈ ഒരു വാഹനത്തിന് എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ 2 സൈഡിലും റിഫ്ലക്റ്റേഴ്സ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് വാഹനത്തിൻ്റെ അലോയ് വീലിൻ്റെ ഡിസൈൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ്. വാഹനത്തിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. വാഹനത്തിൻ്റെ ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 162 mm ആണ്. നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. കുണ്ടും കുഴിയും നിറഞ്ഞ നമ്മുടെ കേരളത്തിലെ ഇടവഴികളിലും മറ്റും ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുനടക്കാം. കാരണം ഒരു കുഴിയിൽ ചാടിയാൽ പോലും ഇത്രയും നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും അതുപോലെ തന്നെ നല്ലൊരു സസ്പെൻഷൻ ലഭിക്കുന്നതുകൊണ്ട് അണ്ടർ ബോഡി ഡാമേജ് ഒന്നും വരത്തില്ല. ടോട്ടൽ വീൽ ബേസ് വരുന്ന 1285 mm ആണ്. ആകെ 113 കിലോയാണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് 791 mm ആണ്. വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് തന്നെ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണുന്ന ഒരു ഫീച്ചറാണ്. പിന്നെ അതിന് നല്ലൊരു പ്രീമിയം ക്രോമിൻ്റെ ഹോണ്ടയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി സ്റ്റിക്കർ വർക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഗ്രേ കളറാണ്. ഇതുകൂടാതെ മൾട്ടിപ്പിൾ കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഏകദേശം 6ഓളം കളർ വണ്ടിയിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബ്രോഷർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കളേഴ്സ് എല്ലാം തന്നെ കാണാവുന്നതാണ്. വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 10.5 ലിറ്ററാണ്. E20 ഫ്യൂൽ സപ്പോർട്ടാണ് വാഹനത്തിന് ലഭിക്കുന്നത്. സ്വിച്ചസ് എല്ലാം തന്നെ ഹെവി ക്വാളിറ്റിയാണ്. നമുക്ക് ഇടത്തെ സൈഡിൽ പാസിൻ്റെ ബട്ടൺ വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ, അതിൻ്റെ താഴെ ഹോണ്ട സ്വിച്ച് വരുമ്പോൾ വലത്തെ സൈഡിൽ നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പും സെൽഫ് സ്റ്റാർട്ടും കൂടി സിംഗിൾ ബട്ടണിലാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ സിമ്പിളായിട്ടുള്ള കീ വരുന്നത്. നമുക്ക് 2008 തുടങ്ങി ഈ ഒരു മോഡൽ കീ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പിന്നെ ബാർ ഹാൻഡിലിൻ്റെ നടുവിലായിട്ട് ഹോണ്ടയുടെ അടിപൊളി ബാഡ്ജിങ് വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ളൊരു പ്രീമിയം റീച്ച് വരുന്ന അനലോഗ് മീറ്ററാണ് നമുക്ക് ലഭിക്കുന്നത്. വാഹനത്തിൻ്റെ മീറ്ററിൻ്റെ ഇടത്തെ സൈഡിൽ വരുന്ന റൗണ്ടിൽ നമുക്ക് സ്പീഡോമീറ്ററും ഓഡോമീറ്ററും ലഭിക്കുന്നുണ്ട്. നടുവിലായിട്ട് ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മ് ബ്രൈറ്റ് ലഭിക്കുമ്പോൾ വലത്തെ സൈഡിൽ നമുക്ക് ഫ്യൂൽ ഗേജും പിന്നെ ന്യൂട്രൽ ലൈറ്റ്, സൈഡ് സ്റ്റാൻഡ്, ഇൻഡിക്കേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലഭിക്കുന്നത്. നടുവിലായിട്ടൊരു ഷൈനിൻ്റെ ഒരു 3D ബാഡ്ജിങ്ങും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ സീറ്റ് തന്നെയാണ്. ടോട്ടൽ സീറ്റിൻ്റെ ലെങ്ത് 651 mm ആണ്. 2 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. യാതൊരു ഫെറ്റീഗില്ലാതെ യാത്ര ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി കുഷനിങ് ആണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ബോഡി കളറുള്ളൊരു റിയർ ഗ്രാബ് റെയിലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
വാഹനത്തിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് 791 മില്ലിമീറ്ററാണ്. സാധാരണ ഈ സെഗ്മെൻറ്റിലെല്ലാം തന്നെ 800 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് വരാറ്. പക്ഷേ ഇതിന് കുറവാണ്. അതുകൊണ്ട് നമുക്ക് പൊക്കം കുറഞ്ഞ ആൾക്കാർക്കും സുഖമായിട്ട് വണ്ടി കയറി ഇരുന്ന് യാത്ര ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത് 123.94 cc ആണ്. സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് 2 വാൽവ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന വാഹനം നമുക്ക് മാക്സിമം 10.5 bhp പവറും 11 Nm ടോർക്കും ലഭിക്കുന്നതാണ്. വാഹനത്തിന് ഏറ്റവും ടോപ്പ് സ്പീഡ് വരുന്നത് 100 km/h ആണ്. നമുക്ക് 0 to 60 എത്താനായിട്ട് 5.3 seconds ആണ് എടുക്കുന്നത്. മൈലേജ് നമുക്കൊരു 60-65 റേഞ്ചിൽ എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ഡിപ്പെൻസ് അപ്പോൾ നമ്മൾ പോകുന്ന വഴികളും അതുപോലെ തന്നെ ഓടിക്കുന്ന രീതിയും അതിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഗിയർ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ 5 സ്പീഡ് ഗിയറാണ് വരുന്നത്. നമുക്ക് ഹീറോ ഹോണ്ടയിലൊക്കെ പോലെ തന്നെ അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ നിന്ന് തന്നെയാണ് ഗിയർ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ ഓൾറെഡി അവൈലബിൾ ആണ്. മെയിൻ സ്റ്റാൻഡ് കമ്പനി ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫൈബറിലുള്ള ഒരു അടിപൊളി ലോങ് ആയിട്ടുള്ളൊരു ചെയിൻ കവർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ചെയിനും വളരെ പ്രത്യേകതയാണ്. നമുക്ക് സ്റ്റീലിൻ്റെ ചെയിനാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മെയിൻ്റനൻസും കുറവായിരിക്കും, പക്ഷേ നല്ലപോലെ ഡ്യൂറബിൾ ആയിരിക്കും. ബാക്ക് സൈഡ് സസ്പെൻഷൻ സ്പ്രിംഗ് ലോഡർ 5 പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന അടിപൊളി സസ്പെൻഷനാണ് ബാക്കിൽ ലഭിക്കുന്നത്. പിന്നെ ക്യാരിയറും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ക്യാരിയർ അല്ല കേട്ടോ, സാരി ഗാർഡ് നല്ല ലോങ് ആയിട്ടുള്ള സാരി ഗാർഡാണ്. ഫുഡ് ട്രസ്റ്റ് സാരി ഗാർഡിൽ അവൈലബിൾ ആണ്. വാഹനത്തിൻ്റെ റിയർ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ നല്ല സ്പോർട്ടി ആയിട്ടൊരു അടിപൊളി ടെയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള 10 ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല ലാർജ് ആയിട്ടുള്ള നമ്പർ പ്ലേറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി റിയർ മഡ് ഗാർഡും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള ലുക്ക്. പക്ഷേ ഈ ടെയിലാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും, കാരണം പഴയ മോഡൽ ഈ ടെയിലാകുമ്പോൾ തന്നെയാണ് ലഭിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് പറയുമ്പോൾ നമുക്ക് 130 mm ഡ്രം ബ്രേക്കാണ് റിയർ സൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിസ്ക് ബ്രേക്ക് എടുത്തോട്ടെ, ഡ്രം ബ്രേക്ക് വേരിയൻ്റ് എടുത്തോട്ടെ, രണ്ടിനും നമുക്ക് ബാക്ക് സൈഡിൽ ഡ്രം ബ്രേക്ക് തന്നെയാണ്. പക്ഷേ കോമ്പി ബ്രേക്കും ഈക്വലൈസർ സപ്പോർട്ടും ഓൾറെഡി ലഭിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ ടയർ സൈസ് ബാക്കിലും വരുന്നത് 80, 100, 18 ഫ്രണ്ട് ബാക്ക് സെയിം ടു സെയിം ടയർ സൈസ് തന്നെയാണ് വരുന്നത്. 18 ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട്. നല്ല ക്രോം പ്ലേറ്റിലുള്ള അടിപൊളി ഒരു സൈലൻസറിൻ്റെ ഷീൽഡ് നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു ഫീച്ചർ തന്നെയാണ് വാഹനത്തിന്. എവിടെ നോക്കിയാലും ഈ സൈലൻസ് ഷീൽഡ് നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാവുന്നതാണ്. കിക്ക് സ്റ്റാർട്ടും സെൽഫ് സ്റ്റാർട്ടും ഓൾറെഡി അവൈലബിൾ ആണ്. കിക്കർ വണ്ടിയിൽ അവൈലബിൾ ആണ്. ബ്രേക്ക് പെഡൽ വരുന്നത് മാറ്റ് ബ്ലാക്ക് കളറിലുള്ള നോർമൽ ബ്രേക്ക് പെഡലാണ്. സിംഗിൾ സ്പാർക്ക് പ്ലഗിലാണ് വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാറ്റലിക് കൺവേർട്ടറും വണ്ടിയിൽ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹോണ്ട ഷൈൻ 125 മോഡലിൻ്റെ ഡീറ്റെയിൽസ്. നമുക്കിനി വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടിയുടെ എഞ്ചിൻ്റെ സൗണ്ടും അതുപോലെ തന്നെ എക്സോസ്റ്റിൻ്റെ സൗണ്ടും ഒന്ന് കേട്ട് നോക്കാം. ഇതിൽ ബാറ്ററി കണക്റ്റഡ് അല്ല, അതുകൊണ്ട് കിക്ക് ചെയ്ത് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കിക്ക് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളതിൻ്റെ സൗണ്ട് കൂടെ ഒന്ന് കേട്ട് നോക്കാം. ഒറ്റ കിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ട് ആവേണ്ടതാണ്. ഓക്കെ, വണ്ടി സ്റ്റാർട്ടഡ് ആണ്. ഓക്കെ, നമുക്ക് ആദ്യം എക്സോസ്റ്റിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ഹൈനസിൻ്റെ സൗണ്ട് കേട്ടോ നിങ്ങൾ. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീക്കിൽ ഹൈനസിൻ്റെ സൗണ്ട്, ഹൈനസും അതുപോലെ CB350 RSൻ്റെ എല്ലാം സൗണ്ട് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം അതുപോലത്തെ ഒരു സൗണ്ടാണ് എനിക്ക് എക്സോസ്റ്റിൽ നിന്ന് വരുന്നത്. പക്ഷെ അത്ര ലൗഡ് സൗണ്ട് അല്ല, എന്നാലും അതിൻ്റെ ചെറിയൊരു എന്താ പറയുക, അതിൻ്റെ ഒരു അനിയൻ്റെ ഒരു പോലത്തെ സൗണ്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എഞ്ചിനും വളരെ സൈലൻ്റ് ആണ്. വേറെ ഫ്രിക്ഷൻ്റെ വോയിസും അതുപോലെ തന്നെ ആവശ്യമില്ലാത്തൊരു സൗണ്ടും വരുന്നില്ല. ജസ്റ്റ് സിലിണ്ടർ പിസ്റ്റൺ വർക്ക് ചെയ്യുന്നൊരു ശബ്ദം മാത്രമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഷൈൻ 125ൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് ഡ്രം ബ്രേക്ക് വണ്ടിക്ക് 1,50,400 ഡിസ്ക് ബ്രേക്ക് വണ്ടിക്ക് 1,05,990 ആണ്. നിങ്ങളുടെ ഒരു 10,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി EMIയിൽ അറേഞ്ച് ചെയ്ത് ഇറക്കാവുന്നതാണ്. അപ്പോൾ ഡീലർഷിപ്പിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നേരിട്ടാണ്. താങ്ക് യു.